This video is powered by MyG Future. Experience the next. Naslin and Ganapati. ഷോട്ടടി ബാബാ ആ 100 കോടി 150 കോടി അമ്മി ഹീറോ ആടാ ഹീറോ ഇപ്പൊ മോനെ ദിനേശ ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ ചേച്ചിനെ 2 ദിവസമായിട്ടുള്ളൂ 30 കബി ഖുഷി കബി ഗം. കൂടുതൽ ഹിന്ദി നെയ്യാത്ത എല്ലാ കാര്യങ്ങൾ മറക്കുന്നുണ്ടോ? ഇനി ഞങ്ങള് പുകഴ്ത്തണോ? ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോ സ്നേഹം കൊണ്ടാ, പക്ഷെ അവർക്ക് അറിയാത്തതായിരിക്കും. നീ കമ്മിറ്റഡ് ആണ്. പാലും പഴവും കൈകളിലേന്തി തിരുമ്പ പണി തരാൻ. അതെ വായിൽ വന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു MyG Presents Pearly Mani Show. ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഇന്നത്തെ 2 ഗസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള 2 പേരാണ്. ഐ തിങ്ക് അതിൽ 2 പേര് ആക്ച്വലി ഒരു ഹാർട്ട് ത്രോബ്സ് ആയിട്ടുള്ള 2 ബ്യൂട്ടിഫുൾ ആക്ടേഴ്സാണ്. ആൻഡ് പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ പറയുന്ന സിനിമകളിലൂടെ കത്തി നിൽക്കുന്ന 2 ആക്ടേഴ്സ്. സോ ലെറ്റ്സ് വെൽക്കം അവരുടെ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ജിംഖാന എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് നമ്മളായിട്ട് ചേരുന്നു Naslin and Ganapati. So let's welcome both of them to MyG Presents Pearly Mani Show. Naslin, a vibrant young actor who swiftly carved a special space in Malayalam film industry. He debuted through Tannir Mathan Dinangal, effortlessly winning over the audience with his natural charm. His breakthrough came with Premalu, where his lovable and fun-filled portrayal of a romantic hero, coupled with impeccable comic timing, captured hearts across the nation. Ganapati S. Puduwal. Starting as a child artist in the Malayalam cinema, Ganapati captivated audience in films like Vinodayatra and Malu Singh. Over the years, he has showcased his versatility as an actor and in writing. He has co-written and starred in Janeman alongside his brother and director Chidambaram. Most recently, Ganapati delivered a compelling performance and served as the casting director for the blockbuster Manyumal Boys. Let's welcome Naslin and Ganapati to the Pearly Mani Show. Pearly Mani Show. So hello guys, once again welcome to MyG Presents Pearly Mani Show. I am super excited because 2 ചുള്ള ജക്കന്മാരാണ് എന്റെ ചേച്ചിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, 2 അനിയന്മാര്. അങ്ങനെ പറയരുത്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. ഡൈനോസർ ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. എന്നെ കണ്ടിട്ട് 45 വയസ്സായ ഒരു ചേട്ടനോട് പറഞ്ഞു, ഗണപതിയൊക്കെ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്നല്ലേ. സത്യം ഞാൻ വിക്കിപീഡിയ ഇൻഫ്ലുവൻസ് ബ്രെയിനേ അല്ല. I'll just guess. You must be around 28. 2 ദിവസമായിട്ടുള്ളൂ 30. ആണോ? എന്തിനാ ഇതൊക്കെ പറയണ ഇവിടെ? കിടക്കട്ടെ. 30 is the best age of life, you know. And your age must be 24. Naughty 25. 24. Okay, anyway, welcome Ganapati and welcome both of you. 2 പേരും നസ്ലിനെയും ഗണപതിനെയും എപ്പോഴും നമ്മൾ കാണുമ്പോൾ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഫീലിംഗ് ആണ് നിങ്ങളെ കാണുമ്പോൾ. ബിക്കോസ് നിങ്ങളുടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര റിലേറ്റബിൾ ആണ്. ആൻഡ് യു ഗൈസ് ആർ സോ, എന്താ പറയാ, സോ ക്യൂട്ട് അല്ലേ? നല്ല പിള്ളേര്. അപ്പൊ എന്താണ് ചേച്ചിയോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചും? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്? വളരെ നന്നായി തന്നെ പോകുന്നു, വളരെ ഹാപ്പിയാണ്. പേടിയുണ്ടോ? ചെറുതായിട്ട്. പേടിയല്ല, എന്താ ഒരു വൈബ് തുടങ്ങിയാ പിന്നെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞാനിത് സ്ഥിരം കാണുന്ന ഒരാളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡ് ഏതായിരുന്നു? ടോവിച്ചേട്ടൻ 2 തവണ, ടോവിയും ബാലും ടോവിച്ചേട്ടൻ 2 തവണ വന്നു, ബാലുചേട്ടന്റെ കൂടെ വന്ന അവർ ആ ബെല്ലെടുത്ത് എന്റെ തലയിൽ എറിയാത്തത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ. അങ്ങനത്തെ എപ്പിസോഡായിരുന്നു. അടുത്തത് മോന്റെ लाइफ कैसा है? लाइफ बहुत बड़ी अच्छा है. गर्लफ्रेंड है? गर्लफ्रेंड नहीं होता कुछ कुछ होता. कभी खुशी कभी गम. कभी खुशी कभी हम आइटला कुछ होता आज है. गम है അതാണല്ലോ. നന്നായിട്ട് പോകും. आज खुशी है? കൂടുതൽ ഹിന്ദി नहीं आता. Anyway, I just want to say Gymkhana. അതായത് ജിമ്മിലിരുന്ന് ആരോ ഖാന കഴിക്കുന്നു, അതാണോ ഈ കഥ? ബിക്കോസ് ജിമ്മിൽ കഴിക്കാൻ പാടില്ലല്ലോ ഡയറ്റ്. വാട്ട് ഈസ് ജിംഖാന? ആൻഡ് ഇതിന്റെ ഒരു ജാനുവരിയിൽ ഇതിന്റെ ഒരു ലുക്ക് ടെസ്റ്റ് ഒക്കെ ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഇങ്ങനെ എന്തോന്നടേ നമ്മൾ കാണാത്തൊരു നെസ്ലിന്റെ ബോഡിയും ഭയങ്കര 6 പാക്കും ഒക്കെ ആയിട്ട് വരുന്നു. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവർ, ബോക്സിങ്. ആൻഡ്
വി കുഡ് സീ എ ലോട്ട് ഓഫ് തിങ്സ് ആ ടെസ്റ്റ് ലുക്ക്. പിന്നെ BTS ഞങ്ങൾ കണ്ടു ഇങ്ങനെ ഭയങ്കരമായിട്ട് പുഷപ്പ് ചെയ്യുന്നു അങ്ങനെ. ഇതൊക്കെ AI ആണോ റിയൽ ആണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പടത്തിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും? AI എന്തൊക്കെയാണ് പൂച്ച ഡാൻസ് കളിക്കുന്നത്. അത് ആദ്യം പോസ്റ്റർ അതിന് അടിയിൽ കമന്റ് കുറെ ഇതേ ജനറേറ്റർ ആണ്. അതിന് തിരിച്ചൊരു മറുപടി എന്നുള്ള രീതിയിലാണ് പിറ്റേ ദിവസം തന്നെ ഞാൻ ബ്ലസ്സിനോട് പറഞ്ഞു മറ്റേ വീഡിയോ ഇറക്കിയത് പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കിയതാണ് അതിന്റെ മേക്കിംഗ് വീഡിയോ. എന്നിട്ടും മനസ്സിലായില്ല അത് ഒറിജിനൽ അല്ല. അത് കഴിഞ്ഞിട്ട് ലുക്കുവിന്റെ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ് സമയത്ത് എടുത്ത റിയൽ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇറക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തതല്ല. ഹൗ വാസ് ദ ട്രെയിനിങ്? ഈ ജിമ്മിൽ പോകുന്നതിന് ഒരു ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ വേണം. പെട്ടെന്ന് മടിയാവും, നമുക്ക് ബോഡി പെയിൻ ഉണ്ട്, ആൻഡ് ഇറ്റ്സ് ലോട്ട് ഓഫ് എഫേർട്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പം ഹൗ ഇസ് ദാറ്റ് ജേർണി ആസ് ബോഡി ട്രാൻസ്ഫോർമേഷൻ? ബിക്കോസ് അത് ഷൂട്ടിന്റെ ഭാഗമേ അല്ല. ഈവൻ വെൻ ദർ ഇസ് നോ ഷൂട്ട് യു ആർ സ്റ്റിൽ വർക്കിംഗ് ഫോർ ദ ഫിലിം. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ടൈമില്? മോട്ടിവേഷൻ എന്ന് പറയാന്നുള്ളത് ഖാലിദ് റഹ്മാന്റെ പടം മുമ്പിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ മോട്ടിവേഷൻ. അതിനു വേണ്ടിയാണ്. അല്ലാതെ വെറുതെ നമ്മളിപ്പോ നോർമലി ജിമ്മിൽ പോകുമ്പോൾ അത്രയും ട്രെയിൻ ചെയ്യാനോ അത്രയും ഫിസിക്കലി നമ്മൾ ഇതാവാൻ നിൽക്കില്ല. ഇത് മാത്രത്തില് കൂട്ടത്തിൽ ആശാരും ഉണ്ട്, റഹ്മാനും വന്ന് നിൽക്കും. അപ്പൊ മറ്റേ ചാട്ടവരുടെ ചെയ്യടാ ആ കൂടായിരുന്നു. പക്ഷെ പിന്നെ രസമായിരുന്നു ഇത്രയും പേരും. ഇപ്പോ 11 പേര് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 4 മണി തൊട്ട് രാത്രി ഒരു 9 മണി വരെ എല്ലാവരും ഒരുമിച്ചുണ്ടാവും ആ സമയത്ത്. കമ്മിങ് ബാക്ക് ടു ദിസ്, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് നസ്ലിൻ. ഓക്കെ, യെസ്. പ്രേമലു എന്ന് പറയുന്ന സിനിമ വന്നതിന് ശേഷം ലൈഫ് ഹാസ് ചേഞ്ച് സോ മച്ച് ഫോർ യു. അത് നമുക്ക് കാണാൻ പറ്റും. ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആകുന്നു, ഒരു 100 crore ക്ലബിൽ അറ്റ് എ വെരി യങ് ഏജ്. ഒരു 24-year-old ബോയ് ഇസ് ഗെറ്റിംഗ് ഇൻ ടു എ 100 crore ക്ലബ്. കണ്ടില്ലേ, ആ ദീർഘനിശ്വാസം കാണുന്നില്ലേ? അപ്പോൾ what was life before and after Premlu, or is it still the same according to you? വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് രാജസ്ഥാനിലൊക്കെ പോയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പ്രമാലു അങ്ങനെ ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്തി. അതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. And Manjumal Boys, obviously you've been the casting director, you're not just an actor, so you did a brilliant cast. I think adinte ettavum veliyoru beauty is the cast and the location and the story, and ee cast varuna oru magic aanu. Pala cinemagalum script nallayirikkum, പക്ഷെ കാസ്റ്റിംഗ് ശരിയായില്ലെങ്കിൽ ആ ഒരു നമ്മൾ ഒരു കല്ലുകടി പോലെ ആയിരിക്കും ചില ആൾക്കാർ നമുക്ക് ഫിറ്റ് ആയി. പക്ഷേ മഞ്ഞുമൽ ബോയ്സിൽ വരുന്ന കാസ്റ്റിൽ ഐ തിങ്ക് each and every character, പോലീസിൻ്റെ ക്യാരക്ടറും എല്ലാവരും, they were so impeccable. And so tell us about your journey as an actor, now as a casting director, actor. How is that? ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും, പക്ഷെ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ മഞ്ഞുമൽ ഇത് റിയൽ ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ അതിന് അത്രയും കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇപ്പൊ ഇത് അതിൽ അനുഭവിച്ചു പോയ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നണം. അപ്പൊ അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചു. കാരണം നമ്മൾ ആദ്യം ഇവരുടെ ഡോക്യുമെന്ററീസ് മൊത്തം ഷൂട്ട് ചെയ്തിട്ട് ഇവരുടെ മാനറിസം എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് പെരുമാറുന്നത്, ഇവരോട് നമ്മൾ ചില്ല് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഓരോരോ ആൾക്കാരെ തിരഞ്ഞെടുത്തത്. എന്നിട്ട് ഇവരെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ഒരുമിച്ച് ചില്ലിപ്പിക്കും. അപ്പൊ ഇവർക്ക് ഇവരെ മനസ്സിലായി തുടങ്ങും എന്താണ്. അങ്ങനെ റാപ്പ് ബിൽഡ് ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടും എനിക്ക് കുറച്ചും ഭയങ്കര ഇഷ്ടപ്പെട്ടതും തമിഴ് കാസ്റ്റിംഗ് ആയിരുന്നു. കാരണം അതിന്റെ പ്രോസസ്സ് ഭയങ്കര രസമായിരുന്നു. ചെന്നൈ പോയി ഡെയിലി അവിടെ പോയി കുറേ നാടകക്കാരെ കാണും. പക്ഷേ ചെന്നൈ തമിഴ് പീപ്പിൾ അവരുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തോ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ റിലീജിയനാണ്. അപ്പം ഭയങ്കര പ്രൊഫഷണലാണ്. ഇപ്പോൾ ഒരു പോലീസ് ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അവർ നേരെ എന്താ പറയുക യൂണിഫോം പോയി വാടകയ്ക്ക് എടുക്കും. ഇപ്പം മറ്റേ അഡ്വക്കേറ്റാണ് ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളൊക്കെ അവർ വാടകയ്ക്ക് എടുത്തിട്ട് അവർ അതിന് ഓഡിഷനൊക്കെ അയക്കും. അത്രയും ഡെഡിക്കേറ്റഡ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം അതൊരു 1 week പ്രോസസ്സായിട്ട് നമ്മളിങ്ങനെ പല ആൾക്കാരെയും പല സ്ഥലത്തും വിളിച്ച് അവർ ഗ്യാദർ ചെയ്ത് അങ്ങനെ ചെയ്ത് ഫിൽട്ടർ ചെയ്താണ് എടുത്തത്. അപ്പം രസമുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കാസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പം എല്ലായിടത്തും പോയാലും ഇങ്ങനെ ഇപ്പം പുതിയ കറൻ്റ്ലി ചിദംബരത്തിൻ്റെ ഒരു മൂവി ഒരു പയ്യൻ ബേസ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ഇപ്പം മോളിൽ ഇതെവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പിള്ളേർ നോക്കും. അപ്പോൾ അച്ഛന്മാർ ഇങ്ങനെ എന്താ ഇങ്ങനെ നോക്കണം
അപ്പൊ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് എനിക്ക് ഇതിന്റെ ഈ ഒരു പക്ഷെ ഗണപതിനെ എല്ലാവർക്കും അറിയാം. ഗണപതിനെ അങ്ങനെ നോക്കുമ്പോ ഗണപതി എന്നല്ലേ പറയുന്നത്. ഐ തിങ്ക് യു ജസ്റ്റ് ബീങ് ടു ഹംബിൾ. ഇപ്പൊ മഞ്ഞുമല് കഴിഞ്ഞാലും ഞാൻ എന്നെ ആൾക്കാർ ഈ മഞ്ഞുമല് അഭിനയിച്ചിട്ടുണ്ട്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രഞ്ച് താടിയൊക്കെ വീണ്ടും വരും. അപ്പം എന്താ പറയണ്ട, ഈ മഞ്ഞുമൽ ബോയ്സ് കുറെ ഉള്ളതുകൊണ്ട് ആർക്കാ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ കുറെ പേരെ ഇങ്ങനെ മനസ്സിലാവില്ല. മഞ്ഞുമൽ ഞാൻ റെഡ് ടീഷർട്ട് മഞ്ഞുമലില് ഓരോ ക്യാരക്ടറും എന്താ പറയുക, നമ്മൾ എൻഗ്രേവ്ഡ് ആണ്. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ ഗോ റോങ് ബിക്കോസ് അതിൽ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന ക്യാരക്ടേഴ്സാണ്. ആൻഡ് ഐ തിങ്ക് മഞ്ഞുമൽ, പ്രേമലു, ഇപ്പം റീസെൻ്റ്ലി ആരെങ്കിലും മലയാളം സിനിമ എന്ന് പറയുമ്പം എടുത്തു പറയുന്ന രണ്ട് വലിയ മൂവീസ് തന്നെയാണ്. അപ്പം ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ബോത്ത് ഓഫ് ദം ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് സംതിങ് ദാറ്റ് മേക്സ് ഇറ്റ് സോ പ്രൗഡ്. ബിക്കോസ് മലയാളം സിനിമ ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തുന്ന ഒരു ടൈമിൽ ആ ചോസൻ മൂവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന മൂവീസാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് നോ ടു സിറ്റ് ആൻഡ് ഐ ആം സോ ഹാപ്പി ദാറ്റ് യു ബോത്ത് ആർ ഹിയർ. ഇനി ജിംഖാനയെ കുറിച്ച് പറയാം. ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന തൽമാല ഒക്കെ ചെയ്തിട്ട് ഈസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന, ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഖാലിദ് റഹ്മാൻ? ഞാൻ ആക്ച്വലി മറ്റേ അനുരാഗ് ഇരിക്കുമ്പോഴും കഴിഞ്ഞത് ഉടനെ തന്നെ എല്ലാ സിനിമയിലും ഞാൻ പുള്ളിയോട് ചാൻസ് ചോദിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ട വന്നപ്പോഴും അപ്പം നീ പ്രായമായിട്ടില്ല, പോലീസൊന്നും അവനായിട്ടില്ല, വിട്ടുപിടിയെന്ന് പറയും. പിന്നെ ഞാൻ എല്ലാ പടവും അത് കഴിഞ്ഞ് തല്ലുമാല ഇല്ലടാ ഫുള്ളായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പഠിത്തം ഞാൻ പുള്ളി അങ്ങോട്ട് കാസ്റ്റ് ചെയ്തു. അങ്ങനെ അത് ഭയങ്കര രസം. അങ്ങനെ ആ മഞ്ഞുമലിലൂടെയാണ് പുള്ളിയായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ കൂടുതലും ഉണ്ടായത്. അപ്പം എനിക്ക് പുള്ളി ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ആസ് എ ലൈക്ക് ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വിത്തൗട്ട് ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. നല്ലത് പറയണ അയാളെ വാക്ക് വായിന്ന് എന്തെങ്കിലും വീഴണമെങ്കിൽ നല്ല പണിയുണ്ട്. അതിപ്പോ ബിരിയാണി കഴിക്കാൻ പോയാൽ പോലും നല്ല ബിരിയാണി കൊള്ളട ആവറേജ് പറയുള്ളൂ. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തതിന് മുമ്പേ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, നല്ല പണിയുണ്ട്, വേണമെങ്കിൽ എടുത്താൽ മതി, വേണമെങ്കിൽ ചെയ്താൽ മതി, നല്ല പണിയുണ്ട് എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ പണി എടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പണി നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഐ തിങ്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്നത് ഒരു ത്രില്ലാണ്. ഇപ്പം നമുക്ക് ബെസ്റ്റ് വന്നാലേ അദ്ദേഹം ഓക്കെ എന്ന് പറയത്തുള്ളൂ എന്നുള്ളൊരു അഷ്വറൻസ് നമുക്കൊരു സേഫ്റ്റി നെറ്റാണ്. പക്ഷെ പലപ്പോഴും ഒരു മീഡിയോക്കർ പെർഫോമൻസ് ആണെങ്കിൽ ഇഫ് ദ ഡയറക്ടർ ഇസ് നോട്ട് ഏബിൾ ടു ടെൽ us that and he compromises, നമുക്ക് പിന്നെ ടെൻഷൻ ആവും അല്ലേ? I think that's a beautiful quality. And about your journey as an actor, how is it working with Khalid Rahman? പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ ചലഞ്ച് ചെയ്യും പുള്ളി. ഇപ്പോ വന്നേ അലമ്പല്ലേ, ബോറല്ലേ, അതാ. അത് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സിനിമയുടെ ഒരു കുറച്ചധികം നാളത്തെ ഒരു പ്രോസസ്സായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു 6 മാസത്തോളം ഞങ്ങളെല്ലാവരും സ്ഥിരം കാണുന്നുണ്ട്, ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കും അതിലൊന്നും തോന്നില്ല. പക്ഷെ നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് തോന്നും ഇയാളത് പക്ഷെ അത് സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ കാണുമ്പോൾ അത് മനസ്സിലാവും അതിൻ്റെ എന്താ പുള്ളി ഉദ്ദേശിക്കുന്നതെന്നും. അല്ലെങ്കിൽ ഭയങ്കര ബ്രില്യൻറ്റ് ഒരു ക്രാഫ്റ്റ്മാനാണ്. ഇത് ബ്രില്യൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് രാജ്മൗലി. His comment. Tell us about that story because എനിക്ക് ഒന്നും ഓർമ്മയില്ല. How was that experience? So Rajmouli being India's തന്നെ one of the best directors who took Indian movie worldwide. അങ്ങനത്തെ ഒരു ആള് when he calls you and talks to you, how does it feel? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്ലാങ്കാ. ആ സ്റ്റേജിൽ കണ്ടാലറിയാം വിറച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ കൊണ്ട് മറ്റേ അതിലത്തെ ഒരു സീക്വൻസ് ഒക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല. ആ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചതാണ്. പക്ഷേ എനിക്ക് ഞാനെപ്പോഴും ഞാൻ വേറെ ഏതോ വേൾഡിലായിരുന്നു ആ സമയത്ത്. സിനിമ കണ്ടു എന്ന് പറയാണ്. ഇനി അടുത്ത ബാഹുബലിയിൽ വല്ലതും കാസ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം നീ? I think he should be casted അല്ലേ? കേരളത്തിൽ നിന്ന് മസിലുള്ള ഇതൊക്കെ അയച്ചു കൊടുത്താൽ മതി അങ്ങനത്തെ. ബിക്കോസ് they would want അങ്ങനത്തെ ക്യാരക്ടേഴ്സ്.
ഇനി വേറൊരു കാര്യം, ഗണപതി എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത്, ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് ഇറ്റ് വെരി എല്ലാവരും പറഞ്ഞ് കേട്ടോട് മടുത്താണെങ്കിലും പാലും പഴവും എനിക്ക് ആ ഭയങ്കര ലൈക്ക് ഐ തിങ്ക് ആ ഒരു ഏജിലാണല്ലോ ഞാനിത് ഫസ്റ്റ് കാണുന്നത്. I'm like, who is this kid who's being too cool എന്ന് നമുക്ക് തോന്നേ. ബിക്കോസ് ആ സമയത്ത് യു ആർ നോട്ട് ആക്ടിങ്, യു ആർ ജസ്റ്റ് ബീങ് എ നോട്ടി വേർഷൻ ഓഫ് യുവർ സെൽഫ്. ചില പിള്ളേർ ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് തനി സ്വഭാവമാണ് ഈ കാണിക്കുന്നത്. അതുപോലെ പാലും പഴവും ലൈക്ക് ദാറ്റ്. ഒന്ന് നമുക്ക് ഒരുമിച്ച് പാടാം. We will dedicate it to him, no? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. He goes into different emotions. അല്ല, ആ ടൈമിൽ ഇതേപോലെ ഇങ്ങനെ ഒരു അഭിനയിക്കാന്നുള്ള ഒരു സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് ശരിക്കും ഹൗ ഡിഡ് യു ഗെറ്റ് ദാറ്റ്? ഇതാരാണ് ഇങ്ങനെ പറയാൻ പറഞ്ഞത്? ലൈക്ക് വാസ് ഇറ്റ് അപ്പൊ കിട്ടിയ ഐഡിയ ആണോ? ഇന്നസെന്റ് അങ്കിൾ ഉണ്ടാക്കിയതാണ് ഇത്. അപ്പൊ ഇന്നസെന്റ് അങ്കിൾ അങ്ങനെ covered by seniors. അപ്പൊ ഇന്നസെന്റ് അങ്കിളാണ്, എടാ നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വഴി അറിയാം, ആദ്യത്തെ വരി മാത്രം മതി, അത് അങ്ങോട്ട് ഇങ്ങോട്ട് പാടിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സീനാണ്. അപ്പൊ ഇന്നസെന്റ് സർ ആണ് ഈ ഒരു ഇതിലേക്ക് ഒരു ഗൈഡൻസ് തരുന്നത്. സി ഹൗ ഐക്കോണിക് ഇറ്റ് ടേൺഡ് ഔട്ട്. ഇനി ഞാനൊരു ബ്യൂട്ടിഫുൾ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിക്കോസ് ഇപ്പൊ ഇത്രയും നേരം നിങ്ങളെ ഞാൻ പുകഴ്ത്തി, ശരിക്കും ഞങ്ങള് പുകഴ്ത്തണോ? അല്ലടാ. ഇനി അടുത്തതായിട്ട് മൈ ജി പ്രസൻസ് പൊലിമാണി ഷോയില് public opinion ആണ്. So let's see what they have to say about Ganapati and Naslin. I watched Naslin's Premalu movie. I like that movie a lot. ഗണപതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി മഞ്ഞുമൽ ബോയ്സ് ആ. നസ്ലിന്റെ ഇപ്പൊ നമുക്ക് എല്ലാം റിലേറ്റബിൾ ആയിട്ട് തോന്നി. തണ്ണീർമത്തനില് നല്ലൊരു അടിപൊളി ക്യാരക്ടർ ആയിരുന്നു. അവിടെയാണ് ഞാൻ ഗണപതിനെ ഫസ്റ്റ് ടൈം ഡിസ്കവർ ചെയ്യണത്. നസ്ലിന്റെ ഫേവറേറ്റ് മൂവി പ്രേമലു ആണ്. നസ്ലിന്റെ സ്ലാങ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന സ്ലാങ് ആണ് ഇഷ്ടപ്പെട്ടത്. കാര്യം പുള്ളി ഇപ്പൊ നോർമൽ ആയിട്ട് എന്ത് പറഞ്ഞാലും അതിനകത്ത് കോമഡി ആയിട്ട് വരുന്നുണ്ട്. ഗണപതിന്റെ മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടപ്പെട്ടായിരുന്നു. ലൈക്ക് അഡ്വെഞ്ചറസ് ആ, പിന്നെ റിയലിസ്റ്റിക് സ്റ്റോറി ആയിരുന്നു. നസ്ലിപ്പ ചെയ്യുന്ന ക്യാരക്ടറൊക്കെ ഒരു മിഡിൽ ക്ലാസ് ബോയ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആണല്ലോ, അതുകൊണ്ട് കൂടുതൽ ഇഷ്ടമാണ്. ഒരു കാലിബർ മനസ്സിലായത് വെച്ചാൽ നമുക്ക് ആ മകൾ സിനിമയില് ജയറാമുമായിട്ട് ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്. മീൻസ് നോൺ സ്റ്റോപ്പ് ആയിട്ട് കുറെ ഡയലോഗ്സ് പറയുന്ന അതൊക്കെ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗണപതിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ചിത്രശലഭങ്ങളുടെ വീടാണ്. വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരു ബോഡി ഒക്കെ ബിൽഡ് ചെയ്തിട്ട് എന്തായിരിക്കും ആ സിനിമ എന്ന് കാണാനുള്ള വളരെയധികം പ്രതീക്ഷയിലാണ്. ഗണപതിന്റെ മഞ്ഞുമൽ ബോയ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. നസ്ലിന്റെ എന്റെ ഫേവറേറ്റ് പടം കുരുതിയാണ്. ബിക്കോസ് കുരുതിയാലാണ് നസ്ലിൻ കുറച്ച് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റോൾ ചെയ്തു. പാലും പഴവും കാസ്റ്റിംഗ് ഡയറക്ടർ ആണെന്ന് അറിഞ്ഞു. എനിക്ക് വലിയ അവസരമുണ്ടെങ്കിൽ ഇത്ര ചേട്ടൻ ഇത് മറ്റേ ചേച്ചിയല്ലേ ഇവിടെ പനമ്പള്ളിയില് ചായക്കടയിൽ? ഗണപതിന്റെ ഫേവറേറ്റ് മൂവി പറയുന്നത് ഹണിബി 2 ആണ്. ഓൾസോ ഇപ്പം കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും ഡയറക്ടർ ആവാൻ പ്ലാൻ ഉണ്ടോ? പാലും പഴവും കയ്യിൽ ആ പാട്ടൊന്നും എനിക്ക് വേണ്ടി ഒന്നും പാടിത്തരാമോ? നസ്ലിന് ഒരു ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏത് ക്യാരക്ടർ ആയിരിക്കും, എന്തുകൊണ്ടായിരിക്കും? എന്റെ വീട് ആലപ്പുഴയിലാണ്. അപ്പം ലൈക്ക് ആലപ്പുഴയെ പറ്റി എന്തൊരു ഓവറോൾ ഒപ്പീനിയൻ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ മുടി കണ്ടിട്ട് എനിക്ക് അതേപോലെ സെറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നസ്ലിൻ ആ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞുതരും. ഇറങ്ങുമ്പോ എനിക്ക് കാണണം. നല്ല സിനിമയാണെന്ന് പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവര് നന്നായിട്ട് എഫക്ട് എടുത്തിട്ടാണ് അവര് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. വരുന്ന മൂവി പോസ്റ്റർ ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് ലുക്സ് നൈസ്. സോ ജിംഖാന നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള പാടാണ്. അതില് നമുക്കൊരു വില്ലൻ പോലത്തെ ആരെയും ഇതുവരെ പോസ്റ്ററിൽ കണ്ടിട്ടില്ല. മേ ബി ഇതിന്റെ ഉള്ളിലാണെങ്കിൽ വില്ലന്മാരുള്ള ഇവർ തമ്മിൽ അടി നമുക്ക് പ്രതീക്ഷിക്കാവോ? ലുക്മാനും ഗണപതി തമ്മിൽ ഫൈറ്റ് അതിനകത്തുണ്ടോ? സസ്പെൻസ് പൊളിച്ചത് അവരുടെ പബ്ലിക് ഒപ്പീനിയൻ ആണിത്. ഇത് നമ്മൾ പോയി റാൻഡം ആയിട്ട് ആൾക്കാരോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സെഗ്മെന്റ്സ്. ബിക്കോസ് നമുക്ക് കമന്റ് സെക്ഷൻ പോലെ അല്ല ഇത്. നമ്മൾ വിഷ്വലി അവരെ കാണുകയാണ്, അവരുടെ എക്സ്പ്രഷൻ, അവരുടെ ഒപ്പീനിയൻ നമ്മൾ കേൾക്കുന്ന ഒരു വേറെ ഫീലാണ്. ശരിക്കും ഒരു ക്രൗഡിൽ പോയാൽ ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെ അടുത്തും മിണ്ടാൻ പറ്റില്ല. സോ ഐ തിങ്ക് സ്റ്റാർട്ടിങ് വിത്ത് യു, ചിത്രശലഭത്തിലെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ചിത്രശലഭം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സുകാരൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തതാണ്. അത് ആ സിനിമ തിയേറ്ററിൽ ഭയങ്കര ഇതായിട്ടില്ലെങ്കിലും പിന്നീട് സൂര്യ TV യിലാണ് ഇത് ഇറങ്ങി.
സൂര്യ ടിവിയിൽ ഒരുപാട് തവണ ഈ പടം വന്നിട്ടുണ്ട്. അപ്പൊ പിള്ളേർക്ക് ഇങ്ങനെ ഇതിലൊരു പാട്ടുണ്ട്, ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളി. അപ്പൊ ഈ പാട്ട് കള്ളവാറ്റൊക്കെ ഈ പാട്ട് പിന്നീട് കുറെ സ്കൂളിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ടൂർ പോകുമ്പോ ഇങ്ങനെ പാടുമായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു വേറൊരു പോപ്പുലാരിറ്റി ഉണ്ട് ഈ പടം. ഐ തിങ്ക് പഴയ കുറെ കാര്യങ്ങൾ ഇപ്പം ആൾക്കാർ ഇപ്പഴാ കാണുന്ന ആദ്യമായിട്ട്. ഐ തിങ്ക് അത് ഇങ്ങനെ ഇന്റർനെറ്റിൽ കയറി, ബിക്കോസ് അന്ന് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ വൈറലാവേണ്ട സാധനങ്ങളായിരുന്നായിരിക്കും. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് എനിക്ക് ഇഷ്ടമുള്ള സിനിമ അത്. അതായത് ചില സിനിമകൾ എത്ര കണ്ടാലും മടുക്കൂല. ഇപ്പൊ ഇടയിൽ കണ്ടാലും നമുക്ക് അത് കണ്ടു തീർക്കും നമ്മള്. അങ്ങനത്തെ ഒരു സിനിമയാണത് ഐ തിങ്ക്. ആൻഡ് അബൌട്ട് നസ്ലിൻ, ഹെയർ കെയർ റുട്ടീൻ ചോദിച്ചിട്ടുണ്ട് ഒരാള്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എണ്ണ തേച്ച് ഇപ്പൊ ആഴ്ചയിൽ ഒരു 3 ദിവസം എണ്ണ തേക്കും. അയ്യടാ സോ ക്യൂട്ട്. എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കുളിക്കുന്ന ഒരു കുട്ടി. ആരാ തേച്ച് തരുന്ന മുന്നേ? അല്ല എനിക്ക് ഉമ്മ പായല് കിടത്തും, എന്നിട്ട് ഞാൻ തന്നെ തേക്കും, അല്ലാതെ ആരാ തേച്ചത്? ഞാൻ പായല് കിടത്തി എണ്ണ തേച്ച് അല്ല, ഞാൻ തന്നെ. ഐ വാസ് ലൈക്ക് ഭയങ്കര പാമ്പേർഡാന്ന് വിചാരിക്കായിരുന്നു. എടാ നിനക്ക് ഒരു കാര്യം അറിയോ, എന്തോരം ഫാൻസാ നിനക്ക് പെൺപിള്ളേര്. ഗണപതിക്ക് എങ്ങനെയുണ്ട് അത്? ഗണപതിക്ക് ഉണ്ട്, പക്ഷെ ഇതൊരു വേറെ ടൈപ്പ് ഫാൻസ്, മറ്റേ ഹാർഡ് കോർ ലവ്. ഇത് ഇന്ന് ഹൈദരാബാദ് ടൗണിലേക്ക് ഒന്ന് പോയി ഇറങ്ങി നോക്കണം. ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കണു. പുറത്തൊക്കെ ഇറങ്ങുമ്പം what is the funniest encounter you had with a fan? ഭയങ്കര കാര്യമായിട്ട് ചില സ്നേഹം കൊണ്ടാ, പക്ഷെ അവർക്ക് അറിയാത്തതായിരിക്കും. നെൽസ ഞാനപ്പോ നെൽസൺ ഞാനല്ല, നെൽസൺ, ഞാൻ നെസ്ലൻ. എന്റെ പേരെല്ലാവർക്കും മാറിപ്പോവും. ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുക ഷൂട്ട് ചെയ്തിട്ട്. ഭക്ഷണം കഴിച്ചത് നമ്മളിങ്ങനെ പാർക്കിങ്ങിൽ ഇങ്ങനെ വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളോട് തസ്ലീം പല പേരുകളുണ്ട്. വേറെ എന്തൊക്കെ പേരുകളാ വിളിക്കുക? ബേബി എന്നെ വിളിക്കുന്നത് ഇൻസുലിൻ. ആര് തമ്മിൽ അടി ഉണ്ടോന്ന് ചോദിച്ചു. തമ്മില് ചാൻസ് ഉണ്ട്. മഴ പെയ്യാതിരിക്കാം, അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർസ് ആയതുകൊണ്ട് ക്യാമറ ഇങ്ങനെ മറ്റേ സെറ്റ് ചെയ്തിട്ട് നമ്മള് ഷോട്ട് അടി ബാബാ ആ 100 കോടി 150 കോടി അങ്ങനെയാണ്. 100 കോടി 200 കോടിയൊക്കെ വന്ന് നിക്കണേ. എന്നെ കളിയാക്കും. ഇത് പുള്ളി തെലുഗു സിനിമ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അവിടത്തൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹീറോ വന്ന് നിൽക്കുന്ന ഹീറോ എന്നാണ് വിളിക്കുക. അപ്പൊ ജിംഷിക്ക് ഈ കഥ പറഞ്ഞിട്ട് അതിനുശേഷം എന്നെ ഇതില് മൈക്കിൽ വിളിക്കുന്ന ഹീറോ കമോൺ ഒന്ന് നിൽക്കൂ. ജംഷിക്കിനെ കുറിച്ച് സോങ് കണ്ടായിരുന്നു ഇപ്പൊ? എനിക്ക് ഇഷ്ടമായത് ആനിമേഷനും കുറച്ചൊരു ട്രെൻഡി ആയിട്ടുള്ള രീതിയിലാണ്. എനിക്ക് ആ ബോട്ടിലെ സീക്വൻസും ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ട്. ആൻഡ് ഹിസ് എക്സ്പ്രഷൻ വെൻ ഹി സീസ് ദ ഗേൾ. നമുക്ക് ഒരു തിയേറ്ററിൽ പോകുന്ന ഒരാൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ജിംഖാന കാണാൻ പോകുന്നത്? തിയേറ്ററിൽ പോയി കണ്ട് ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഭയങ്കര റിലാക്സ് ആയിട്ട് ഭയങ്കര ഫീൽ ഗുഡ് ഇടിയ സത്യം. ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉള്ള പടമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലഡ് ഷെഡ് അങ്ങനത്തെ ഒരു പടമേ അല്ല. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ചിരിച്ച് ഭയങ്കര ഹാപ്പി ആക്കുന്ന ഒരു സിനിമയായിരിക്കുന്നതാണ് ഞങ്ങൾ. ഇടിയുണ്ട്. ഇപ്പൊ ആ മറ്റേ പബ്ലിക് ഒപ്പീനിയൻ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അത് കോമഡി ആയിട്ട് വരുന്നുണ്ട്. സ്പോർട്സ് കോമഡി ജോണറാണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇവിടെ ഇറങ്ങിയ അധികം സ്പോർട്സ് മൂവി കുറച്ച് സീരിയസ് കൈൻഡ് ഓഫ് അപ്രോച്ച്. സ്പോർട്സ് കോമഡി ജോണറാണ്. ഇവര് പോയി നടക്കുന്ന ഇവർക്ക് സംഭവിക്കുന്ന കുറെ പരിപാടികളിലുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ കലോത്സവത്തിനൊക്കെ പോലെ അതേപോലെ ആ സമയത്ത് ഉണ്ടാവുന്ന കുറെ ത്രില്ലിംഗ് അല്ലെങ്കിൽ കോമഡികൾ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ഒരു സ്പോർട്സിൽ ഞാൻ പണ്ട് വോളിബോളൊക്കെ കളിക്കുമ്പോൾ ആദ്യം പോയി തോറ്റിട്ട് പിന്നെ നോക്കലും വായി നോക്കലും പരിപാടി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ പടത്തില്. അപ്പൊ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നൊരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി. സോ വിഷു റിലീസ് ആണ്, നിങ്ങൾ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ബിക്കോസ് ഇറ്റ്സ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? അപ്പോ ഐ തിങ്ക് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു റൗണ്ടാണ്. സോ ഗൈസ്, ഇനി മൈജി പ്രസൻസ് പൊലിമാനി ഷോയിൽ ഒരു ചെറിയൊരു ഗെയിമാണ്. ഇത് ഏത് കളറാ? നിങ്ങൾക്ക് ബ്ലൂ തട്ടെ. ഇത് മോന്റെ, ഇത് കുട്ടന്റെ, ഇത് ചാച്ചിയുടെ. സോ ഇത് ഗൈസ് ഇതൊരു ഗെയിമാണ്. ഇതിനകത്ത് ഹീലിയം ആണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വായുടെ അകത്ത് പോകണം. അതായത് യു ഹാവ് ടു
ഇങ്ങനെ എടുക്കുക, മൂക്കി കൂടെ പുറത്ത് വിടാൻ പാടില്ല. ആൻഡ് ദെൻ യു ഹാവ് ടു സേ ദിസ് ഡയലോഗ്. ഏതാ പറയാൻ പോണ അവന്? ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. കുറച്ച് കൂടുതലെടുത്തോ, മൂക്കി കൂടെ പുറത്ത് വിടുന്നത്. ഇൻഹേൽ. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. സൂപ്പർ. നമുക്ക് ഒരു ഡയലോഗ് കൂടി ചെയ്യിപ്പിക്കാം. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ഫീലോടെ ചെയ്യണം, ചിരിക്കരുത്. നമുക്ക് ചിരിക്കാം. Narcotics is a dirty business. സൂപ്പർ. ഒരു ഡയലോഗ് എടുക്കണം, നല്ല രസമുണ്ട്. ഷമ്മി ഹീറോ ആടാ, ഹീറോ. ഷമ്മി ഹീറോ ആടാ, ഹീറോ. Now it's your turn. അടുത്തത് നീ പോ മോനെ ദിനേശ. മതി. നീ പോ മോനെ ദിനേശ. സൗണ്ട് വരില്ലേ? 2 സെക്കൻഡ് കൂടുതൽ. അടുത്തത് കൊച്ചി പഴയ കൊച്ചിയല്ല എന്നറിയാം, പക്ഷേ ബിലാൽ പഴയ ബിലാലാണ്. കൊച്ചി പഴയ കൊച്ചിയിലെന്നറിയാം, പക്ഷെ ബിലാൽ പഴയ ബിലാൽ തന്നെ. ഇൻട്രസ്റ്റിംഗ് റൗണ്ട്. ഞാൻ ഏതാ പറയേണ്ടത്? ഞാൻ ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മതി. അത് മതി. ഞാൻ ഒരു തടവ സൊന്ന 100 തടവ സൊന്ന. Still I love you. Still I love you. Okay. I think it's nice. നല്ലൊരു കൈഡി കൊടുക്കാം. I think it's the cutest അല്ലേ ഇവരുടെ ഒച്ചയൊക്കെ. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഗെയിം ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് ചെയ്തപ്പോൾ ഐ എം വെരി ഹാപ്പി. നല്ലൊരു കൈഡി ഫോർ ഓൾ ഓഫ് ദം. നിങ്ങൾ ആലപ്പുഴയിലല്ലേ കൂടുതൽ ഷൂട്ടൊക്കെ ചെയ്തത്, അപ്പൊ അവിടെ ഫുഡിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അയ്യോ, നമ്മള് ഷൂട്ട് ചെയ്തതിന് നമ്മളെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ഊണുകടയുണ്ട്. അവിടെ കുറച്ച് അമ്മമാരും ചേട്ടന്മാരും കൂടെ നടത്തുന്നൊരു ഇതാണ്. അവിടെ ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ കണ്ട് ഭയങ്കര സ്നേഹമാണ്. നമ്മളൊക്കെ ഊണ് കഴിച്ചിട്ട് ചില സമയത്ത് പൈസ വാങ്ങിക്കില്ല, ചില സമയത്ത് വിളിച്ചിട്ട് എന്ത് വേണമെങ്കിലും നമ്മൾ കൊണ്ട് തീറ്റിപ്പിക്കും എല്ലാ ഭക്ഷണമൊക്കെ. നല്ല നാട്ടുകാരാണ്, നല്ല സാറായിരുന്നു. അല്ല വല്ലപ്പോഴൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അല്ല ആലപ്പുഴയൊക്കെ എത്തിയപ്പോ നമ്മളെ ഫസ്റ്റ് കോമ്പറ്റീഷൻ റൗണ്ടൊക്കെ എറണാകുളത്താണ്. മൊത്തം കോമ്പറ്റീഷൻ നടക്കുന്നത് എറണാകുളത്താണ്. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഈ മുമ്പേയുള്ള സ്റ്റേജാണ്. ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളത്. അതിന് വേണ്ടിയാണ് കഴിച്ചത്. എല്ലാ സിനിമയ്ക്ക് വേണ്ടിയാണ്. ആരോ കാണുന്നുണ്ട്, അവർക്ക് വേണ്ടിയുള്ള എക്സ്പ്ലനേഷൻ. എന്തായാലും ഇനി കണ്ണൂർ ഫുഡിനെ കുറിച്ച് പറയൂ. ലൈക്ക് ഇപ്പം അവിടുത്തെ ബിരിയാണി ആവട്ടെ, ലൈക്ക് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കണ്ണൂർ ഡിഷ്? എനിക്ക് അൽസ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അൽസ എന്ന് പറയുന്നത് ഇവിടെ അധികമില്ല, കാരണം മുസ്ലിം കല്യാണങ്ങളിൽ ഈ ബിരിയാണിക്ക് മുമ്പേ വിളമ്പുന്ന ഒരു ഡെസേർട്ടാണ്. ആ ഡെസേർട്ടിൻ്റെ പ്രത്യേകത മീറ്റാണ്, മീറ്റ് ഡെസേർട്ടാണ്. അതായത് ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ എല്ലാം കൂടെ മൈദയും നെയ്യും വറുത്ത ഉള്ളിയും പിന്നെ എന്താ പറയണ്ട കാഷ്യൂവും ഇതും എല്ലാം കൂടി ഇട്ട് പേസ്റ്റ് ചെയ്ത് അതിങ്ങനെ മറ്റേ ഹലീം പോലത്തെ സ്റ്റേജിലുണ്ടാവും. അപ്പൊ അതിന്റെ മുകളിൽ കുറച്ച് പഞ്ചസാര നെയ്യ് ഇട്ടിട്ട് അതിങ്ങനെ കുഴച്ചത് ഭയങ്കര അടിപൊളി. മീറ്റ് ഡെസേർട്ട് നമ്മൾ അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അത് കണ്ണൂരിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് അൽസ എന്നാണ് അതിന്റെ പേര്. അടുത്ത പ്രാവശ്യം കണ്ണൂർ കല്യാണം ഉണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടോ? ഇവിടെ ഇല്ല, ഈ ഭാഗത്ത് ഇല്ല, അത് കുറവാണ്. കോഴിക്കോട് തന്നെ അധികം ഇല്ലാന്നാണ് തോന്നുന്നത്. ഇനി കണ്ണൂർ ഭാഗത്താണ് ഞാൻ അധികം കഴിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ ഇനി വരും ഇതിന്റെ വീഡിയോന്റെ അടിയിൽ ഇങ്ങനെ മറ്റേ സോഷ്യൽ മീഡിയ ലൈഫ് അത് ചോദിക്കട്ടെ. നിങ്ങൾ യൂട്യൂബ് ആണോ കൂടുതൽ, അതോ ഇൻസ്റ്റാഗ്രാം ആണോ, അതോ ഫോണെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണോ? ഞാൻ യൂട്യൂബ് പേഴ്സൺ ആണ് അധികം. What about you? യൂട്യൂബ് തന്നെയാണ്. എങ്ങനത്തെ കോണ്ടന്റ് ആണ് നിങ്ങൾ കൺസ്യൂം ചെയ്യാറ്? ഷോർട്സ്. ഈ വരുന്ന ഷോർട്സ് എല്ലാം വെറുതെ ഇരിക്കുമ്പോ അതാണ് സ്വൈപ്പ് ചെയ്ത് വെറുതെ ഇങ്ങനെ റീൽസ് കണ്ടിരിക്കുന്ന പോലെ. ബിക്കോസ് ഹോമിൽ യു ആർ എ യൂട്യൂബർ, സോ ആ സമയത്ത് ശരിക്കും ഒരു യൂട്യൂബർ തന്നെയായിട്ട് ഞങ്ങൾക്ക് തോന്നി. ലൈക്ക് ദ വേ യു ആർ സോ ഡെഡിക്കേറ്റഡ്ലി യുനോ വ്ളോഗിങ് ആൻഡ് ശരിക്കും അത് ഭയങ്കര വർക്കായ ഒരു ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. ലൈക്ക് ഐ തിങ്ക് ഹോം എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും എനിക്ക് ഭയങ്കര അടുപ്പം തോന്നിയ ഒരു ക്യാരക്ടർ. ബിക്കോസ് എൻഡിങ്ങിലും അദ്ദേഹത്തിന്റെ ഒരു ഇതിലാണ് എൻഡ് ആവുന്നത്. ഹൗ വാസ് ഡൂയിങ് ദാറ്റ് ക്യാരക്ടർ? ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ദാറ്റ്? എനിക്കും ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യുന്ന
കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ നമ്മളുടെ എൻ്റെ ഉമ്മാനോട് ഞാൻ ഇടപഴകുന്ന കുറച്ച് അല്ലെങ്കിൽ ഈ ഒത്തിരി റിലേറ്റബിൾ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര അതെ. ഇപ്പൊ ഒരു അടി ഉണ്ടായി കഴിയുമ്പോ നമ്മള് ഉമ്മനോട് സംസാരിക്കില്ല. കുറച്ച് ഫാദേഴ്സിനോട് അങ്ങനെയല്ല, നമുക്കൊരു പേടി എപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. അതപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ച ഉടനെ തന്നെ അന്നത്തെ ദിവസം തന്നെയാണ് ഞാൻ പറയുന്നത് ചേട്ടനോട് ചെയ്യാം. മൈ ജി പ്രസൻസ് പേർലി മാണി ഷോയിൽ ഇനി ഒരു അടിപൊളി റാപ്പിഡ് ഫയർ ആണ് വിത്ത് ഗണപതി ആൻഡ് നസ്ലിൻ. സോ ഈ റാപ്പിഡ് ഫയർ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ടല്ലോ, സിമ്പിൾ ആണ്. നസ്ലിന്റെ അടുത്ത് തുടങ്ങാം. അപ്പം ഇതെല്ലാം പടപടയെന്ന് ഉത്തരങ്ങൾ പറയണം, അധികം ചിന്തിക്കാൻ പാടില്ല. യു ഹാവ് ടു ബി ഓണസ്റ്റ്. ഓക്കെ, ഉള്ളത് ഉള്ളതുപോലെ പറയാം. ചില കാര്യങ്ങൾ മറക്കുന്നുണ്ടോ? എത്ര പ്രപ്പോസൽ തട്ടി മാറ്റിയൊക്കെ കുഴപ്പമില്ല. എന്നെ കൊണ്ട് പറ്റത്ര ഞാൻ ചോദിച്ചിട്ടുണ്ട് ഗൈസ്, ബിക്കോസ് എല്ലാവർക്കും ഒരു അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആർക്കുമില്ല. ഞാൻ ചോദിക്കാം, ഒരു സിനിമയ്ക്കകത്ത് ഒരു വർഷം സ്റ്റക്കായി ജീവിക്കണമെങ്കിൽ ഏത് സിനിമയുടെ അകത്ത് ആയിരിക്കും സ്റ്റക്കായി ജീവിക്കാൻ ആഗ്രഹിക്കും? ഞാൻ ചെയ്തതാണോ അല്ലെങ്കിൽ ഏത് സിനിമ ആണെങ്കിലും, നോട്ട് ഓൺലി അത്, ഐ ഡോണ്ട് വാണ്ട് ടു ലിമിറ്റ്. ഇഷ്ടമുള്ള സിനിമ പഞ്ചാബി ഹൗസ്. അതിൽ ഏത് ക്യാരക്ടർ? ഒന്നുമില്ല, വഴി കൂടെ പോയാൽ മതി. പണി തരാൻ. Actually that be so fun, no? Hey beti. അടിപൊളി. പഞ്ചാബി ഹൗസ്, ഐ നെവർ തോട്ട് ഓഫ് ഇറ്റ് ദാറ്റ് വേ. എനിക്ക് കിലുക്കം സിനിമ ആയിരിക്കും. എനിക്ക് വെട്ടം. I think everybody wants to be in a fun life, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, what's the one thing you always forget to do? ചാർജർ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ എപ്പോഴും മറക്കും. എപ്പോഴും മറക്കും. അല്ല അപ്പൊ ഫോൺ അപ്പൊ ഞാൻ പൊട്ടനാ, ഇത്രയും ഞാൻ ചെയ്യണു രാത്രി മുഴുവൻ. അല്ല പെട്ടെന്ന്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ആർക്കോ വേണ്ടിയുള്ള ഉത്തരങ്ങളാണ് ഇതൊക്കെ, അതുകൊണ്ടാ ഫോൺ എടുക്കാത്തെന്നും അല്ലേ? അല്ലെങ്കിൽ ആരാണ് അത്? ഈ ഏജ് ഗ്രൂപ്പ് ഒക്കെ ഫോൺ താഴെ വെക്കുന്ന ഏജ് ഗ്രൂപ്പാണോ? മോൻ നല്ലൊരു മോനാണ് കേട്ടോ. അപ്പൊ ഫോൺ യൂസേജ് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? യു ഡോണ്ട് യൂസ്. കണ്ടോ ബോയ്സ്, ലൈഫിൽ സക്സസ് ആവണേ ഇതുപോലെ ഫോൺ കുത്തിയിടുക, പക്ഷെ സ്വിച്ച് ഓൺ ചെയ്യണ്ട, ചാർജ് ചെയ്യരുത്. എനിവേ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സോംബി അപ്പോക്ലിപ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫുള്ള് എല്ലാവരും സോംബികളായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരേ ഒരു മലയാളം ആക്ടറിനെ ചൂസ് ചെയ്യാം. അദ്ദേഹം ആയിരിക്കും യുവർ ടീം മേറ്റ്. ടൊവിനോ അല്ല, ലൈക്ക് എനി അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ യെസ്, ടൊവിനോ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അടിപൊളി. വാട്ട് ഈസ് യുവർ ഐ വിൽ നെവർ ഡു ദിസ് അഗൈൻ എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഇൻ യുവർ ലൈഫ്? ഒരു ചെയ്തൊരു കാര്യം അങ്ങനെ പറഞ്ഞൊരു മൊമെന്റ്. പ്രേമലുവിന്റെ സ്റ്റേജിൽ കയറിയിട്ട്, പ്രൊമോഷൻ സ്റ്റേജിൽ കയറിയിട്ട് ഇതേപോലെ അവരെല്ലാവരും ഡാൻസ് കളിക്കാൻ അറിയുന്നവരാ, ഈ മമിതയും ബാക്കിയുള്ള എല്ലാവരും. ഞാൻ കളിച്ച് കുറച്ച് കോമഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് കളിക്കില്ല എന്ന് ഞാൻ അന്ന് ശബ്ദം. അതെ, ശബ്ദമല്ല, പ്രിപ്പയർ ചെയ്യാതെ ഞാൻ പോവില്ല എന്നുള്ളത്. ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. അവരുടെ വൺ വേർഡിൽ അവരെ കുറിച്ച് ഒരു വേർഡ്, അവരുടെ പേര് കേൾക്കുമ്പോൾ ഗണപതി, ക്യൂട്ട്, അങ്ങനെയൊക്കെ തോന്നില്ല. അങ്ങനത്തെ ഒരു വേർഡ് പറയണേ. പൃഥ്വിരാജ്, എന്റെ ഹീലിയും പുറത്തു കുറച്ചുകൂടെ തൊണ്ടക്കുടിയുണ്ട്. പൃഥ്വിരാജ്, മാൻലി. ദുൽഖർ, സ്റ്റൈലിഷ്. മമിത ബൈജു, ക്യൂട്ട്. ടൊവിനോ, ചാം. രാജ്മൗലി, ഗ്രേറ്റ്. ഗണപതി, നൻപൻ. പെട്ടെന്ന് ഉത്തരവുകളുണ്ട്, ഞാൻ പേടിച്ചെത്തി. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അടുത്തത് അനശ്വര. സ്വീറ്റ്. മമിത എന്തായിരുന്നു? ക്യൂട്ട്, സ്വീറ്റ്. ക്യൂട്ട്, സ്വീറ്റ്. അല്ല, വൺ വേർഡിൽ പിന്നെ എന്താ പറയട്ടെ? നൻപൻ എന്ന് പറയായിരുന്നല്ലോ. ബേബി ജീൻ. അടുത്തത് ഒരു ഭയങ്കര വലിയ ആക്ടറാണ്, ഇത് ആലോചിച്ച് പറയണം. പേർലി മാണി. ഇത് സൊല്ലിയേ ആവണം. ഞാൻ ഇന്നലെ ഇവനെ ഞങ്ങൾ ആദ്യമായിട്ട് നേരിട്ട് സത്യമായിട്ടും ഇന്നാണെന്ന് വിചാരിക്കും. അടിച്ച് ഉള്ള നരയെല്ലാം മാറ്റി ഞാൻ പറഞ്ഞു ഇവിടെ പറയില്ല, ഞാനായിട്ടിട്ടൊന്നല്ലോ.
എടാ എനിക്ക് ഇട്ടതല്ലേ ഇത്? അതെ ആ അല്ല, ഏറ്റവും കോമഡി ഇതൊന്നും അല്ലടാ. ഞാൻ നിങ്ങളെയൊക്കെ ഇംപ്രസ് ചെയ്യാനാണ് ഇതൊക്കെ പോയി അടിച്ച് അവിടെ നിൽക്കുന്നത്. അപ്പം പാർലറിൽ എനിക്ക് 45 മിനിറ്റ് ഇത് ഉണങ്ങുമ്പോ കുറച്ചു നേരം അവിടെ വെയിറ്റ് എന്ന് പറയില്ലേ, എന്ന് ഒരു റൂമിൽ പോയിരുന്നൂടെ? ഇത് പുറത്ത് എന്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ ലുക്ക്, തലയിലൊരു കോഴി, എന്നിട്ട് ഇവ കേറി വരാ, നീ എന്താ ഇവിടെ? നാളത്തെ നിങ്ങളുടെ ഷൂട്ടിന് ഞാൻ മുടി. ഞാൻ പറഞ്ഞു ഞാനും. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോയത് അവിടെ? 24 മണിക്കൂർ ഇൻവിസിബിൾ ആവുകയാണ്. എന്ത് ചെയ്യും? 24 മണിക്കൂറിൽ എന്ത് ചെയ്യും? യു ഇൻവിസിബിൾ. ആർക്കും മോനെ കാണാൻ പറ്റുന്നില്ല. നോ ബഡി കൻ സീ യു. മണം പോലും ഇല്ല മോന്റെ. എനിക്കറിയില്ല. അപ്പൊ അതിനും വലിയത് എന്തോ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കറക്റ്റ് അല്ലേ? ഞാനാണെങ്കിൽ പറയാടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയും, എന്തോ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ. അപ്പൊ വേണ്ട വേണ്ട. ഷാറുഖ് ഖാനൊക്കെ വീട്ടിലെ പോയിരുന്നൂടെ? അതെ, അവരും കാണണ്ടേ നമ്മളെ? അയാളെ കണ്ടാ പോരെ എനിക്ക്? അയാൾ എന്ത് ചെയ്യുന്നു? അയാളെ കൂടെ അപ്പൊ ഷാറുഖ് what would you do? അയ്യോ, ഇൻവിസിബിൾ ആടാ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആക്സസിബിൾ അല്ലാത്തൊരു വലിയ സ്റ്റാറിന്റെ കൂടെയോ അല്ലെങ്കിൽ വലിയ പേഴ്സണാലിറ്റിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അവരെന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ, അവരുടെ രഹസ്യം എന്താന്നൊക്കെ അറിയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ആലോചിക്കും. കേട്ടത് ഏറ്റവും റിഡിക്കുലസ് ആയിട്ട് തോന്നിയ ഒരു റൂമർ, ഇതെങ്ങനെയൊക്കെ റൂമർ വരുമോ എന്ന് തോന്നിയ ഒരു റൂമർ എന്തായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ട് വന്നിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോ ഈ ഇന്റർവ്യൂ വരട്ടെ കേട്ടോ. ഡ്രീം ഡയറക്ടർ ദാറ്റ് യു വാണ്ട് ടു വർക്ക്. കഴിഞ്ഞില്ലേ ഇത്? ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രീം ഡയറക്ടർ യു വാണ്ട് ടു വർക്ക് വിത്ത്. ഇംതിയാസ് അലി. ചിലപ്പോ നടക്കാൻ സാധ്യത. അല്ല, സാധ്യത ഒന്നുമില്ല, ആഗ്രഹിക്കാല്ലോ. സാധ്യത ഉണ്ടാവും എന്നാ ഞാൻ പറഞ്ഞത്. ഇല്ലില്ല, ചിലപ്പോ ഇംതിയാസ് അലി ഇന്റർവ്യൂ കണ്ടിട്ട് അതെ വരൂ എന്നാലോ ഒച്ചത്തി പറ, കേട്ടാണില്ല അദ്ദേഹം. അതെ, ഒന്നുകൂടി പറയാം. ഡ്രീം ഡയറക്ടർ അധികം ചിന്തിക്കാണ്ട് ടക്കെന്ന് പറയാം. ഇംതിയാസ് അലി. ഇപ്പൊ രാവിലെ കളിയാക്കിയതാ. ഫൈനൽ ക്വസ്റ്റ്യൻ. ഉറങ്ങി എഴുന്നേക്കാൻ മോൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മോൻ റിയലൈസ് ചെയ്യുന്നു യു ആർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എന്ത് ചെയ്യും മോനാ? ഒന്നും ചെയ്യില്ല ഞാൻ. എന്തിനാ? ആസ്വദിക്കും ഞാൻ. നീ ഒന്നും ചെയ്യില്ലെന്നാ? ഇല്ല. ഇവിടെ എത്ര പണി, ഇവിടെ റോഡ്. ഞാനൊന്നും എന്തായാലും പ്രൈം മിനിസ്റ്റർ ആവില്ലല്ലോ. അന്നത്തെ ഒരു ദിവസമല്ലേ കിട്ടുള്ളൂ. ഞാൻ ആസ്വദിക്കും. പ്രൈവറ്റ് ജെറ്റ് എടുത്ത് വലിയ ആൾക്കാരായിട്ടുള്ള നന്നായി നീ ആക്ടർ ആയത്. ആ ഇൻവെസിബിൾ വേണമെങ്കിൽ ആലോചിച്ച് പറയണം കേട്ടോ. 10 മാർക്കിൽ 9 ആയിട്ടുള്ളൂ കേട്ടോ. ഗണപതി, ദിസ് ഇസ് ഫോർ യു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രാവിലെ എഴുന്നേൽക്കുമ്പോ മോൻ ഒരു പൂച്ചയായി മാറി. What will you do? പൂച്ച സാർ. പൂച്ചകളുടെ കൂടെ സഹവസിച്ച് അവരെങ്ങനെയാണെന്ന് പഠിക്കും. എല്ലാരും എന്തായാലും പറ്റാ. ശരി, ഞാനൊരു അഡ്വൈസ്. ഐ തിങ്ക് ദാറ്റ്സ് എ ക്യൂട്ട് തിങ്. അവരുടെ കൂടെ ജീവിച്ചിട്ട് അവരുടെ ലൈഫ് എന്താ അല്ലേ, നല്ല ക്യൂട്ട്. ഒരു കാര്യം ചെയ്തു നോക്കേണ്ടതേ, ടെറസ് ഒന്ന് ചാടുക. എങ്ങനെ 4 കാലിൽ പറ്റുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം. അത് റിയൽ ആണോ എന്ന് എനിക്ക്. ഫേവറേറ്റ് കാർ? 911 വെച്ചോണ്ടാ. പോർഷെ. അത് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാണ്. അപ്പൊ കുഴപ്പമില്ല. ഇഫ് യു ഹാഡ് ടു ചൂസ് ബിറ്റ്വീൻ ഒരിക്കലും ബിരിയാണി കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരിക്കലും സിനിമ കാണാൻ പറ്റില്ല, ഈ 2 അവസ്ഥകളിൽ ഏത് അവസ്ഥയായിരിക്കും ചൂസ് ചെയ്യാം? ഒരിക്കലും ബിരിയാണി കഴിക്കാൻ പറ്റത്തില്ല. സിനിമ കാണാൻ? അല്ല, സിനിമ കാണണം. ബിരിയാണി കഴിക്കാൻ പറ്റത്തില്ല ചൂസ് ചെയ്താൽ ഞാൻ സിനിമ കാണാലോ. ഓ, അപ്പൊ ബിരിയാണിന്റെ നീ വേണ്ടെന്ന് വെക്കും ലൈഫ് ലോങ്. ബിരിയാണി ത്യജിക്കും. Because he has that other thing, no, that dessert. One word about Chidambaram. Brotherhood. How is he as a brother? ചില സമയത്ത് അച്ഛനാവും, ചില സമയത്ത് നല്ല ഫ്രണ്ടാണ്. What's the age difference with him? 5. അപ്പൊ അച്ഛനാവാനുള്ള കറക്റ്റ് ആണ്. ഒരു 5 വയസ്സ് എന്ന് പറയുമ്പോൾ മെച്ചൂർ ആണ്. And one advice that he gave you. Never be desperate. That's a very good advice. ഒരു മൂവി എത്ര കണ്ടാലും മതി വരില്ല. അറൗണ്ട് ദ വേൾഡ് ഇൻ 80 days എന്ന് പറഞ്ഞ പടമുണ്ട്. അതിങ്ങനെ 80 ദിവസം കൊണ്ട് ജാക്കി ചാനും ഒരു ആർട്ടിസ്റ്റും കൂടെ ഇങ്ങനെ ലോകം ഇങ്ങനെ അവർ അച്ചീവ് ചെയ്യുന്നതാണ്. അത് ഭയങ്കര രസമായിരുന്നു ചെറുപ്പത്തിൽ കാണാൻ, ഭയങ്കര ഇഷ്ടം. ഒരു കാര്യം, അത് എത്ര ബാഡ് മൂഡിലാണെങ്കിലും
ആ കാര്യം ആലോചിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ചിരി വരും. എൻ്റെ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സജിൻ, ഡോക്ടറാണ്, സജിൻ ജാഫർ. ഓക്കെ. സജിൻ്റെ ഒരു ചിരിയുണ്ട്. ഓക്കെ. അത് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ഒരാളെ ആണെങ്കിൽ കളിയാക്കുന്നായിരിക്കും, ഇങ്ങനെ കയറി കയറി പോകും. അപ്പൊ സജിന് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി I think there are certain friends like that. അവർ വന്നാ മതി, ഒന്നും പറയണ്ട. If you could switch lives, are you a cartoon fan? അപ്പം ഒരു കാർട്ടൂൺ ആയിട്ട് സ്വിച്ച് ലൈഫ് ചെയ്യാൻ പറ്റിയാണ് വിച്ച് കാർട്ടൂൺ? പവർ ഓഫ് ഗേൾസ് ഒരു ഗാളാവും. I love Powerpuff Girls. Sugar, yes, spice, yes, and everything nice. These are the ingredients to create the perfect little girls. But doctor, he added chemical X. അങ്ങനെയാണ് അവന്മാരുണ്ടായത്. അറിയില്ല? You want to be Buttercup? എനിക്ക് ആ ബ്ലൂ വൺ ആരാണ്? Blossom. I'll be Bubbles. Green is Buttercup. നീ അതായിരിക്കും. Imagine yourself ഒരു ഡെസേർട്ടിൽ you're going to be alone for like a few days. Who would you choose as a partner? Similar question I asked him. ഇന്നസെന്റ് അങ്ങളൊക്കെ മരിക്കുമ്പോൾ ചിരിച്ചിരിച്ച് മരിക്കാലോ, കഥകളൊക്കെ കേട്ട്. I think that'll be a good partner. If you had a book in your name, ഗണപതിയുടെ ലൈഫും എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരു ബുക്കായിട്ട് ഇറങ്ങുവാണ്, what would be the name of that book? അങ്ങനത്തെ കഥകളുണ്ടോ? അമ്മാതിരി കഥ. ഒരു കഥ പേര് കടിച്ച പൊട്ടത്ത് എന്തെങ്കിലും പേരൊക്കെ കിട്ടണം. പ്രകമ്പനം എന്നൊക്കെ പറയുന്നത്. ഗണപതിയുടെ പ്രകമ്പനങ്ങൾ. നല്ലൊരു ഐഡിയ ഫോർ ബോത്ത് ഓഫ് ദം. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ ഞാൻ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു വൺ മോർ ക്വസ്റ്റ്യൻ. സോ ഇമാജിൻ നിങ്ങളുടെ ഈ സിനിമ ഭയങ്കര ഹിറ്റായിട്ട് പോവാണ്, നിങ്ങളൊരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്, നിങ്ങൾക്ക് ഇത്രയും സിനിമയ്ക്കുള്ളപ്പോൾ അങ്ങനല്ലേ എന്നെ വല്ല സിനിമയിൽ അല്ല എന്നെ കാണുമ്പോൾ എനിക്ക് കാണുമ്പോൾ ഞാൻ ഈ ഇന്റർവ്യൂവില് ഞാൻ വളരെ സൂപ്പർ ചില്ലാണ്. കാരണം വെച്ചാൽ പേർലിയുടെ ഇന്റർവ്യൂവിൽ ആൾക്കാർ വരുമ്പോൾ ഭയങ്കര സൂപ്പർ ചില്ലാണ്. അപ്പോഴാണ് ആൾക്കാർക്ക് സീരിയസ് ആയിട്ട് അത് കുപ്പിച്ചു. കാരണം ബാക്കിയുള്ള ഇന്റർവ്യൂലൊക്കെ ഞാൻ കുറച്ച് നെർവസ് ആയിരിക്കും. അപ്പൊ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥകൾ വരും, ചില സ്ഥലത്ത് ബ്ലോക്ക് വരും, ചില സമയത്ത് തെറ്റിപ്പോയെന്നൊക്കെ വരും. പക്ഷെ ഇത് ഭയങ്കര സൂപ്പർ ചില്ലായിട്ട് നമുക്ക് തെറ്റിയാലും സാരമില്ല. അത് നിങ്ങളുടെ അപ്രോച്ച് ഭയങ്കര അടിപൊളിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ കാസ്റ്റിംഗ് മഞ്ഞുമൽ ബോയ്സിൽ നല്ലതായിരുന്നു, പക്ഷെ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് മോനെ പറ്റി. വെളിയിലെ കാസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണോ? അല്ല, ഇന്ന് രാവിലെ ഞാൻ 6 മണിക്ക് അടിച്ച ജോക്കാ, ശ്രീരി അത് കേട്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനത് ഐ ടെൽ യു എനിവേ. അതായത് തെറ്റുപറ്റിയതാണെന്ന് വെച്ചാൽ ബാസിക്ക് പകരം യു ഷുഡ് ഹാവ് കാസ്റ്റഡ് മീ. ഹൗ? ബിക്കോസ് ഞാനായിരുന്നെങ്കിൽ നിങ്ങൾ ആ കുഴിയിൽ നിന്ന് അവനെ രക്ഷിച്ചില്ലെങ്കിലും ആൾക്കാർ കൈയടിച്ചു തരാം. മനസ്സിലായി. ബാസി ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ കരണേ. നിങ്ങളൊരു സോഷ്യൽ വർക്ക് ചെയ്തതായിട്ട് ആൾക്കാർ കണ്ടിരുന്നത്. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ജിംഖാന എന്തായാലും ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇതും ഒരു 100 അല്ല 500 crore ക്ലബിൽ കയറട്ടെ, കുറേ ആൾക്കാരിലേക്ക് എത്തട്ടെ. ബിക്കോസ് ഐ നോ that this movie will be a hit. എല്ലാവരും വിഷുവിന് നിങ്ങളുടെ കൈനീട്ടമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു മൂവി ആയിരിക്കും ഇത്. സോ what do you have to say one more time to our audience? എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങൾ എന്തായാലും നിരാശപ്പെടുത്താത്തൊരു സിനിമ തന്നെയായിരിക്കും. ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഏതൊരു ഏജ് കാറ്റഗറിക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് സ്പോർട്സ് കോമഡി എന്ന് പറയുമ്പോൾ പോലെ തന്നെ ഹൈലി ഇൻറ്റൻസ് ആയിട്ട് വളരെ ബോക്സിങ്ങിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നിക്കലായിട്ട് ഷൂട്ട് ചെയ്തൊരു പടമാണ്. അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ആയാലും അതിൻ്റെ കോമ്പറ്റീഷൻ റൗണ്ടിലൊക്കെയുള്ള ക്യാമറയും സിനിമാറ്റോഗ്രഫിയും എല്ലാം ഒരു തിയേറ്ററിൽ ടപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അത്രയും ഇമ്പാക്റ്റ് ഉള്ളൊരു കൊറിയോഗ്രഫിയാണ് ഇതിൻ്റെ. ഒരു കൊറിയോഗ്രഫിയുടെ ഒരു ആളുടെ കാര്യം കൂടെ പറയാം. നമ്മുടെ ജോഫിലാണ് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ്. നമ്മുടെ ട്രെയിനറായിരുന്നു, ബോക്സിംഗ് ട്രെയിനറാണ്. അതേപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രഫിയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ പുള്ളിയാണ്. അപ്പം വളരെ ഹൈലി ടെക്നിക്കലായിട്ട് പടം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അടിപൊളിയായിരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പോൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. Wow. But that's what the boys have to say about the movie. And ഇനി ഞങ്ങൾക്ക് ഒരു താങ്ക് യു നോട്ട് ആയിട്ട് മൈജി പ്രസൻസ് പൊലിമാണി ഷോയിൽ ഇനി ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. താങ്ക് യു.
for you and this one is for you. Okay, hope you guys like it. ഇനി മൈജിയുടെ ഒരു അടിപൊളി പാർഫ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ആണ്, അവരുടെ ഒരു ഗിഫ്റ്റ് ആണ്. ഹോപ്പ്ഫുള്ളി ഇനിയും വരാം. ഇനി എന്റെ ഐപാഡ് എടുത്തു. നിങ്ങളെ കാണാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. നിലയുടെ ആണല്ലോ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കർ. നിലയുടെ ഹായ് ഹായ് നില. ഹായ്. ഇത് നോക്ക്, ഇവിടെ എന്താ നോക്ക്. ഹായ്. ഇപ്പൊ മനസ്സിലായില്ലേ, പെൺപിള്ളേർക്ക് വലിയ ഫാൻ ഒന്നും ഇല്ല നിനക്ക്. അത് റിവേഴ്സിലാ പോയത് കൊച്ചു. അത് കുറച്ച് എന്റെ ഓപ്പോസിറ്റ് നാണമുള്ള കുട്ടിയാ. അത് നസ്ലിനെ കാണുമ്പോ എല്ലാ പെൺകുട്ടികൾക്ക് നാളുണ്ടാവും. നിലപ്പാന്നോ എന്റെ മുറ്റുമണിയാണ് മമ്മിയുടെ മുടി നോക്കിയേ. അവക്ക് എന്നെ തിരിച്ചറിയില്ലെന്ന് തോന്നുന്നു മുടി ഇങ്ങനെ. നിലയുടെ സ്റ്റിക്കർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. നിലു ഈ ചേട്ടനാണെന്നറിയോ? പ്രേമലൂലെ ചേട്ടനാണ്. അറിയോ? ഇത് കണ്ട പാലും പഴവും കൈകളിൽ ആ ചേട്ടനാണ്. എന്റെ മുടി വേണ്ട. അപ്പൊ കൊച്ചിനെ ഈ ചേട്ടൻ എന്തോ തരാൻ വിളിച്ചതാ. എന്തെങ്കിലും കൊടുക്കണേ. ഇതിലിപ്പോ എന്താ കൊടുക്ക? ഷാമ്പു ഞാൻ തരില്ല. എന്റെ മുടി വീട് എന്റെ രസിക്ക്. എടാ എന്റെ മേക്കപ്പ് കൂട്ടോ. ആ ചേട്ടന്റെ പേരെന്താന്ന് ചോദിച്ചേ? എന്നെ അറിയോ? നെയിം ചേട്ടാന്ന് ചോദിച്ചേ. നമുക്ക് അപ്പൊ ലേഡീസ് റിജക്ട് ചെയ്യാൻ ആദ്യത്തെ റിജക്ഷൻ ആണ്. ഐപാഡ് മതി. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഇനിയും ഒരു അടിപൊളി എപ്പിസോഡായി ഞാൻ തിരിച്ചു വരും. Till then it's bye from Thank you. This video is powered by MyG Future. Experience the next. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe. Just believe. Ba 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 Polly Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Polly Money Show.